ഗുണ്ടാതലവൻ ഓംപ്രകാശ് പ്രതിയായ ലഹരി കേസിൽ കൊക്കെയിൻ സാന്നിധ്യം സ്ഥിരീകരിച്ച ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട്. ഓംപ്രകാശ് താമസിച്ചിരുന്ന ആഡംബര ഹോട്ടൽ മുറിയിൽ കൊക്കെയിൻ സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട്. ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഓംപ്രകാശിന്റെ ജാമ്യം റദ്ദാക്കാൻ അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകും. ലഹരി പാർട്ടി നടന്നുവെന്ന് സംശയിച്ചിരുന്ന കൊച്ചിയിലെ ആഡംബര ഹോട്ടൽ മുറിയിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ഫോറൻസിക് പരിശോധനയിൽ കൊക്കെയിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഇതോടെ ഓംപ്രകാശിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം കോടതിയിൽ ഉന്നയിക്കാനാണ് എറണാകുളം ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഓംപ്രകാശിനെയും സുഹൃത്ത് ഷിഹാസിനെയും വൈകാതെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. 20ഓളം പേർ ഓംപ്രകാശിന്റെ സുഹൃത്തുക്കൾ ഒരുക്കിയ ലഹരി പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ലഹരി പാർട്ടി നടന്നിട്ടില്ലെന്നാണ് ഇവർ ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയത്. എന്നാൽ ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യും. ഇവരിൽ ആരൊക്കെ ലഹരി ഉപയോഗിച്ചുവെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. കേസിൽ താരങ്ങളായ ശ്രീനാഥ് ബാസിയെയും പ്രയാഗമാറിനെയും ചോദ്യം ചെയ്തെങ്കിലും ഇരുവർക്കുമെതിരെ തെളിവുകൾ ലഭിച്ചിട്ടില്ല. അതിനാൽ ലഹരി പാർട്ടിയിൽ പങ്കെടുത്ത ആളുകളെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായക വിവരങ്ങൾ ലഭിച്ചാൽ മാത്രം താരങ്ങളെ കേന്ദ്രീകരിച്ച് തുടരന്വേഷണം നടത്തിയാൽ മതിയെന്നാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നേരത്തെ ശ്രീനാഥ് ബാസിക്ക് കേസിലെ 3ാം പ്രതിയായ ബിനു ജോസഫുമായുള്ള സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിച്ചിരുന്നു. അതിനിടെ ഫോറൻസിക് പരിശോധനയിൽ കൊക്കെയിൻ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാനും സാധ്യതയുണ്ട്. SS ശരൺ, മീഡിയ 1 കൊച്ചി.